ആദ്യമായിട്ട് എല്ലാവരും ഞങ്ങൾ സ്വീകരിച്ചിട്ട് ഇവിടെ വന്ന എല്ലാവരോടും എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും പെണ്ണേഴ്സ് നാളെ റിലീസാവുകയാണ്. അപ്പം ഇത് രാത്രി ഒരു 7 മണിക്ക് സോഫ്റ്റ് ലോഞ്ച് എന്ന രീതിയിൽ ഒരു പ്രീമിയർ ഷോ ഉണ്ട്. അപ്പം ഒരു കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ സിനിമ പെണ്ണ് കേസ് നാളെ റിലീസാവുകയാണ്. ഇന്ന് വൈകുന്നേരം മുതൽ നമ്മളൊരു പ്രീമിയർ തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നാളെയാണ് ഒഫീഷ്യൽ റിലീസ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത സിനിമയാണ്. ഹക്കീമുണ്ട്, ഞാനുണ്ട്, ഷാബക്ക, അജു ചേട്ടൻ, രമേശ് പിഷാരടി, അങ്ങനെ ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സിനിമ റിലീസാവുകയാണ്. ഇന്ന് വൈകിട്ട് 9-ാം തീയതി വൈകിട്ട് 7 മണി തൊട്ട് പെയ്ഡ് പ്രീമിയർ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു സോഫ്റ്റ് ലോഞ്ച് പോലെ തിയേറ്ററിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല സിനിമ റിലീസിനായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇന്നത്തെ സഹകരണം ഉണ്ടാവുന്നത് അപേക്ഷിക്കാം. നല്ല ചോദ്യങ്ങളൊക്കെ കിടക്കില്ലേ പോലെ നിങ്ങൾ ഇൻട്രോ പോലെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കേൾക്കുന്ന ആ ഒരു പെണ്ണേഴ്സ് അല്ല. പക്ഷെ ഒരു പെണ്ണ് പ്രതിയാകുമ്പോൾ എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ പെണ്ണ് കേസ്. പെണ്ണ് സ്ത്രീ ഒരു കേസ് പെണ്ണാകുമ്പോൾ പറയുന്ന ഒരു പേര് ആ രീതിയിലാണ് അത് ക്യാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് പെണ്ണ് കേസ് എന്ന് പേരിലേക്ക് വ്യാഖ്യാനിക്കാറ് അല്ലെങ്കിൽ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു പെണ്ണുണ്ടാക്കുന്ന കുറെ കേസിന്റെ പുറകെ പുരുഷന്മാര് പോകുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെയുണ്ട് ഈ ആ പെണ്ണ് കേസ് പറയാറുണ്ട്. ഒരുപാട് ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു റിയൽ ഇൻസിഡന്റിന്റെ ബേസിസിലാണ് ഈ കഥയുടെ തുടക്കം ഉണ്ടാകുന്നത്. ഈ അടുത്തുള്ള വാർത്തകളൊക്കെ അത് തട്ടിപ്പാണ് ഈ കാര്യം നടന്നത്. സിറ്റുവേഷൻ എനിക്കിതിനകത്ത് പ്രത്യേകതയായിട്ട് തോന്നിയത് യൂഷ്വലായിട്ട് കേൾക്കുന്ന ഒരു വിമൻ പെർസ്പെക്റ്റീവ് അല്ല എന്നുള്ളതുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. അതങ്ങനെയായിരിക്കും എനിക്ക് അറിഞ്ഞുണ്ട്. പക്ഷെ എനിക്ക് നമ്മളെപ്പോഴും കാണുന്നത് പോലെ അങ്ങനെ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പെൺകുട്ടികളെ നമ്മൾ കാണും. അങ്ങനെയല്ല യൂഷ്വലി സിനിമകളിൽ വരുന്നത് പോലെ അല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അത് കേട്ടപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ത്രെഡ് നല്ലതായിരുന്നു. നല്ല കുറെ കാസ്റ്റും ഈ പറയുന്ന ആൾക്കാരൊക്കെ കൂടെ വന്നപ്പോൾ അത് നന്നായി തന്നെയാണ് വിചാരിക്കുന്നത്.
ഇല്ല അങ്ങനെയല്ല. എന്താ പറയാ, എല്ലാ സിനിമകൾക്കും ഉള്ളത് കഥയൊക്കെ തന്നെയാണ്. അങ്ങനെ വലിയ ഭയങ്കരമായിട്ട് മാറ്റം എന്താണെന്നൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫാക്ടറാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വുമൺ പെർസ്പെക്റ്റീവ് കഥയല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഫീമെയിൽ സെൻട്രിക് സിനിമ എന്ന് പറയുന്നതിലും ഇത് ഈ കേസിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. എന്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഈ നീല ഉണ്ടാക്കുന്ന ക്യാരക്ടറിന്റെ കേസ് എല്ലാം അന്വേഷിച്ച് അതിന്റെ സത്യം എന്താണെന്ന് കണ്ടെത്തുന്നത്. ബാക്കി പറഞ്ഞ പോലെ ഫെമിലിനോട് ഒരു വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അന്ന് മുതലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് യൂണിഫോം ഇട്ട് ഒരു പോലീസ് പരിപാടി സ്ക്രീനിൽ ആദ്യമായിട്ട് ഇതിനകത്താണ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു ഭയങ്കര പോലീസ് എന്ന് പറഞ്ഞ് കാണുന്ന ഒരു രീതിയിലല്ല എന്റെ ക്യാരക്ടറിന്റെ ആർക്ക് കിടക്കുന്നത്. പുള്ളി ഒരു അത്യാവശ്യം സൗമ്യനായ നല്ലവനായിട്ടുള്ള പോലീസുകാരനാണ്, സത്യസന്ധനായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. നോർമലി ഇപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്ട് അങ്ങനെ ആണെന്ന് മാത്രമല്ല, സ്ത്രീകളിലും ഇങ്ങനെ പ്രവണതകളുണ്ട് ചെയ്യാനായിട്ട് അത് ചെയ്തു. വൈറലാവാൻ വേണ്ടി ഒരു ഇൻസിഡന്റ് കണ്ടുവന്നിട്ട് ഒരു റീലിന് വേണ്ടി ഒരു കണ്ടന്റ് ക്രിയേറ്റർ ബസ്സിൽ നടന്ന ഒരു ഇൻസിഡന്റ് വൈറലാവാൻ വേണ്ടി ചെയ്തു. അപ്പൊ ശരിക്കും പുരുഷന്മാരാണോ സ്ത്രീകളാണോ സ്ത്രീകളും പുരുഷന്മാരും സുരക്ഷിതരല്ലാന്ന് പറയാൻ പറ്റില്ല. അതെ, ഏത് തരത്തിലാണോ വ്യക്തമാക്കപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാനും പറ്റില്ല. ചില കേസസ് ഉണ്ട്, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് ഉണ്ട്. നമ്മള് കൂടത്തായി കേസ് ഉണ്ട്, അങ്ങനെ അല്ലെങ്കിൽ കുറെ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതിലും ഈ പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണെന്നുള്ളത് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. രണ്ടുപേരും ആരും സേഫ് അല്ല എന്ന് പറയാം. രണ്ടു വശത്തും ഉണ്ടാവുന്നതല്ലേ, ആണായാലും പെണ്ണായാലും ഒരേപോലെ തന്നെ കൺസിഡർ ചെയ്യാനുള്ളതല്ലേ. ആണൊരു നിയമം പെട്ടിട്ടൊരു നിയമം അങ്ങനെയല്ലല്ലോ. അതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ഒരാളുടെ ആദ്യം ഉണ്ടായതോ എതിരെ നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്നോ അയാളുടെ പേര് അയാളുടെ എന്തായിത്തീരുന്നോ അറിയത്തില്ല. പിന്നീടാണ് തെറ്റൊന്നുമില്ല അറിയുന്നത്. പക്ഷെ അത്രയും നാൾ അനുഭവിച്ചിരുന്ന അയാളുടെ മാനസിക വിഷമം, അയാളുടെ കുടുംബം ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ആൾക്കാർ അറിയുന്നില്ല. അപ്പൊ അതേ പെർസ്പെക്റ്റീവ് സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ട്. അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തി എന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാകാമല്ലോ. പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിയമം മാറ്റിയത് പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രിവിലേജ് ആക്ച്വലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഐഡന്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കേസസിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതില്ല. അബ്യൂസീവ് ആയിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് കേസുകളിൽ സ്ത്രീകളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നില്ല. സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസസ് വരുമ്പോഴാണ് ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അങ്ങനെ ഒരു വിക്ടിം ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇതില് നിഖിലേനെ കാസ്റ്റ് ചെയ്യാൻ പ്രധാന കാരണം നമ്മൾ കഥ എഴുതിയപ്പോൾ ഈ നിൽക്കുന്ന ആരാണ് ഏറ്റവും ബെറ്റർ എന്നാണല്ലോ നമ്മൾ നോക്കുക. അത് തന്നെയാണ് നിങ്ങൾ ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നി അത് തന്നെയാണ്. അതിനകത്തൊരു കാര്യം പറയുന്നത്, അതായത് ഒരു 2 വർഷമുണ്ട് ചർച്ച ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. അതിൽ സൊസൈറ്റി അംഗീകരിക്കേണ്ട കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. 2 വർഷങ്ങൾ ഒരു പുരുഷനെ ശിക്ഷിക്കാൻ മാത്രമല്ല, സ്ത്രീയെ സംരക്ഷിക്കാൻ മാത്രമല്ല, പുരുഷന് സ്ത്രീയെ സംരക്ഷിക്കാനുള്ളതാണ് സിസ്റ്റം എന്നുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു സബ്ജക്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് അല്ല ഇത് അല്ല, ഇത് എന്താ പറയുന്നത്, എന്താ പറഞ്ഞു വെച്ചതിനെ കുറിച്ചിട്ട് ധാരണയുണ്ടോ? സിനിമ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. പെണ്ണ് കേസ് എന്നുള്ള ടൈറ്റിൽ അറിയാം. ഒരു സ്ത്രീ ഒരു കുറെ പേരെ ചതിച്ചത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അത് സിനിമ കണ്ട ശേഷമാണ് അതിനുള്ള കൃത്യമായ ഉത്തരം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഏത് പക്ഷത്താണ് പോകുന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ കൃത്യമായിട്ട് ഇതൊന്നുമില്ല. ഇന്ന സ്ത്രീ പക്ഷത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ പുരുഷ പക്ഷത്ത് നിന്നിട്ടാണ് ഈ സിനിമ പറയുന്നത്. അതാണ് നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരവുള്ളത്. ഒരു പക്ഷം പിടിക്കുന്നതല്ല ഈ സിനിമ പറയുന്നത്. നിങ്ങളൊക്കെ മീഡിയ അല്ലേ? ഇല്ലേ? പക്ഷേ ഇങ്ങനെ പക്ഷങ്ങൾ ചേർത്തല്ലത് സിനിമ, ഇന്ത്യൻ സിനിമ പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ ചർച്ച ചെയ്യാതെ ഇങ്ങനെ രണ്ട് പക്ഷങ്ങളൊക്കെ ആയിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ അത് ഒരു ആർക്കോമിൽ തന്നെ രണ്ട് രീതി കാണുന്ന പോലെ തന്നെ സിനിമയാണ് സിനിമ. ഈ പക്ഷേ കുറിച്ചുള്ള സിനിമ എന്ന ലെവലിലേക്ക് ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ഒരുപക്ഷം മാത്രം കേൾക്കുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ടായിരിക്കില്ലേ? അപ്പോൾ ഒരു മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവും കൂടെ കേൾക്കണം എന്ന് പറയുന്നതിന് നമ്മളതിനെ ഈക്വലൈസ് ചെയ്യാന്നുള്ളതേ പറയുന്നു. അതിന് ഇന്ന പക്ഷം പിടിക്കണം അല്ലെങ്കിൽ പുരുഷപക്ഷ സിനിമകൾ ഇവിടെ ഉണ്ടാവരുതെന്ന് പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ പുരുഷപക്ഷ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ പാരലലി സ്ത്രീകളുടെ ഇത് കൂടെ കേൾക്കണം എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. അല്ലാതെ ഒരു മെയിൽ ഇൻഡസ്ട്രി മാത്രം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലല്ലല്ലോ പറയുന്നത്. അത് ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവണം എന്ന് പറയുന്നതിന് എനിക്കറിയില്ല, നിങ്ങൾ കേൾക്കുന്നതിന്റെ പ്രശ്നമായിരിക്കാൻ തോന്നുന്നു. അത് അതെ, സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ട് അല്ലേ കാണണ്ടേന്ന് പറയുമ്പോൾ നമ്മൾ 2 പക്ഷവും കേൾക്കണമല്ലോ. ഒരു മെയിൽ ഇൻഡസ്ട്രി മെയിൽ ഡോമിനന്റ് ആണ്. അപ്പൊ അവിടെ നിന്ന് കുറച്ചും കൂടെ ഒരു ഇവരുടെ പെർസ്പെക്റ്റീവ് കൂടെ കേൾക്കണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ നിങ്ങൾ കണ്ടില്ല. അതൊക്കെ അങ്ങനത്തെ വേർഷൻ ഓഫ് സ്ത്രീകളെ നിങ്ങൾ കണ്ടു. അങ്ങനെ അല്ലാത്ത സ്ത്രീകളും ഉണ്ട്. അവരെയും കൂടെ കൺസിഡർ ചെയ്യുമെന്ന് പറയുന്നതേ ഉള്ളൂ. അങ്ങനെയും കൂടെ വരുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആൾക്കാരെ മാത്രം പ്രീതിപ്പെടുത്തുന്ന തരം സിനിമയായിക്കൂടാ എന്നില്ല എന്നുള്ളതായിരിക്കാം ചർച്ച എന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ത്രീകൾ വയലൻസ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ തിയേറ്ററിൽ വിജയം ഉള്ള സിനിമകൾ ആസ്വദിക്കുന്ന പ്രേക്ഷകർ ആസ്വദിക്കുന്നുണ്ട് ആ സിനിമകൾ. പക്ഷെ ഒരു ഇതേ വിഭാഗം തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്ര വയലൻസ് എനിക്ക് തോന്നുന്നു അത് നമ്മൾ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ്. അങ്ങനെ വയലൻസുള്ള സ്ത്രീകൾ കാണിക്കരുതെന്നുള്ളത് അവർ പറയുന്നുണ്ടാവില്ല. നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൊസൈറ്റിനെ എന്നുള്ളതായിരിക്കും കൺസിഡർ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങളൊരു കൺക്ലൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോ പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുന്നില്ലേ? അതിപ്പോ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, പുരുഷന്മാരുടെ കഥാപാത്രങ്ങളിൽ നമ്മൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാൽ അവരുടെ നായകനുണ്ടാവും, പ്രതിനായകനുണ്ടാവും. അങ്ങനെ ആയിരിക്കുമല്ലോ മൊത്തം നമ്മൾ സിനിമ കാണുമ്പോൾ കൂടുതൽ ഉണ്ടാവും. ചിലത് സിറ്റുവേഷൻസ് ആയിരിക്കാം വില്ലൻ, അല്ലെങ്കിൽ ചിലത് ഒരാളായിരിക്കാം വില്ലൻ. എല്ലാവർക്കും അങ്ങനെയുള്ള പെർസ്പെക്റ്റീവുകൾ ഉണ്ട് എന്നുള്ളതായിരിക്കും പറയുന്നത്. എനിക്ക് അതിനകത്ത് നമ്മളത് കുറെ വർഷങ്ങളായി ചർച്ച ചെയ്യുകയും അതിന്റെ കൺക്ലൂഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്.
എനിക്ക് എത്തിപ്പെടുമായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരുപാട് സിനിമ എന്നുള്ള രീതിയിൽ ഒരുപാട് മാറിയതുകൊണ്ട് എത്തിപ്പെടുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അത് സ്വാഭാവികം സംഭവിച്ചതാണ്. കാരണം നമ്മള് ഈ കഥ നമ്മുടെ എനിക്ക് കഥ തന്നെയായിരിക്കും. അത് തന്നെയാണ് അത് സ്ക്രിപ്റ്റ് തന്നെയാണ് എന്റെ പറയാം. ഞാനൊരു മറ്റൊരു കഥ പറച്ചിലാണെന്നല്ല, സ്ക്രിപ്റ്റ് കൊണ്ട് തന്നെയാണ്. കോമഡി പടം പ്രതീക്ഷിക്കുന്നു. ഇതില് ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സുണ്ട്. നിഖിലാണ് സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി പറയാൻ കഴിവുള്ളതാണ്. ഇതിൽ എത്രത്തോളം ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട് കോമഡിയാണ്. ഇതങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടമല്ല. ഇതൊരു ആൾക്കാരുടെ സിറ്റുവേഷനാണ് അതിനകത്ത് കോമഡി ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുക. അപ്പം എന്റെ പ്രശ്നങ്ങൾ എന്റെയാണ്, ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെന്ന് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കിടന്നു പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി സിനിമയല്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, കുറച്ച് കോമഡി സീക്വൻസുകൾ ഉണ്ട് എന്നല്ലാതെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എന്റർടൈനർ സിനിമയാണ്, കോമഡി സിനിമയല്ല. മൾട്ടിപ്പിൾ കല്യാണം കഴിക്കേണ്ടതാണ്. ഞാൻ കണ്ടിട്ടില്ല. റെഫറൻസുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ വാർത്തകൾ വരാറുണ്ടല്ലോ, കല്യാണ തട്ടിപ്പ് നടത്തുന്ന പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളെ പറ്റിയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് മറ്റേ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ പറ്റിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അതൊരു റെഫറൻസ് ആയിരുന്നു. അതൊരു വാർത്ത വന്നപ്പോൾ അത് നമുക്കൊരു റെഫറൻസ് ആയിരുന്നു. അവര് ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെ ഇവര് യൂഷ്വലായിട്ട് ഇവർക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത്. നമ്മൾ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ പറ്റിച്ചു പോകുന്നവരെയും കല്യാണം കഴിച്ച് പറ്റിച്ചു പോകുന്നവരെയും കണ്ടിട്ടില്ല. റിലേഷൻഷിപ്പിൽ ഇപ്പം നമുക്കത് പറ്റിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പേരിൽ തന്നെ ഒരു കേസ് ഉണ്ട്. പൊതുവെ ഇപ്പം സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് കുറെ സംഘടനകളുടെ സിനിമ കഴിയുമ്പോൾ വരാറുണ്ട്. പക്ഷെ എല്ലാ പടങ്ങളും പടങ്ങളിൽ മാത്രമേ വരാറുള്ളൂ. ഇതിൽ പറയുമ്പോൾ പേരിൽ തന്നെ പെണ്ണിൻ കേസുകൾ പിന്നെ അല്ലെങ്കിൽ പത്രത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പടം കഴിഞ്ഞിട്ട് നേരിടാൻ തയ്യാറാണ്. അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയേ ഇതിപ്പോ നമ്മളൊരു സമൂഹത്തിന് ഒരു ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടല്ല നമ്മളിതിനെ കൺസിഡർ. എന്റർടൈനർ പർപ്പസ് സിനിമയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവരുത് എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനൊക്കെ റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോ ഒരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശമോ അങ്ങനെയില്ല. ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റർ ഒക്കെ ആയിട്ട് വരുന്ന റോഡുകളിലെ സാധാരണ ഇതിലെ ഇൻവെസ്റ്റിഗേറ്റർ ജനറലി ആ സ്കാം നടത്തുന്ന ഒരാളെ ഒന്ന് ന്യായീകരിക്കാറുണ്ട്. ഇപ്പൊ റോബിൻഹുഡിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അയാൾക്ക് ന്യായീകരിക്കാവുന്ന ഒരു കാരണം ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനത്തെ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണോ അതോ കംപ്ലീറ്റ്ലി ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കാറ്റ് ആൻഡ് മൗസ് ഗെയിം ആണോ? ഇതൊരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട് ഈ പടത്തില്. അപ്പോ അതിലൂടെയാണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്തായാലും ഉണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ പോലീസ് യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ ആ ബോഡി ലാംഗ്വേജ് ഭയങ്കര ലിമിറ്റഡ് ആണല്ലോ. ആ യൂണിഫോമിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത്. അപ്പൊ അതിൽ നിന്ന് ഹ്യൂമർ ചെയ്യുക എന്ന് പറയുന്നത് പാടാണ്.
അല്ല, ഞാനിതൊരു പടം കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പടം കാണാൻ വേണ്ടി. അപ്പൊ ഇതെങ്ങനെ വന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ എന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു മീറ്റർ ആണ് ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചത്. അപ്പൊ അത് 4 കാലേ വീഴുമോ എന്നുള്ളത് ഓഡിയൻസാണ് പറയുന്നത്. എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതില് ഇവിടെ ഔട്ട്ലുക്കും ആ ഒരു പരിപാടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു എന്തോ ആ രീതിയിലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു മീശയാണ്. ആദ്യമേ മീശയിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പൊ എത്രത്തോളം ഇതിന്റെ വെറൈറ്റി കൊണ്ടുവരാനെ കൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, റെഫറൻസ് നേരത്തെ വന്നതിനെ ഇല്ല, ഇതിപ്പോ പോലീസുകാർക്ക് താടി വയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ താടി ഒബ്വിയസ്ലി നമ്മൾ ഷേവ് ചെയ്ത് കളയണമല്ലോ. പിന്നെ ഇത് ഇയാൾ ഇതിനകത്ത് CA ആണ്. എന്നെക്കാളും എന്റെ ആക്ച്വൽ ഏജിനേക്കാളും കുറച്ചും കൂടെ ഏജ് കൂടുതലായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഫെബിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഇത് വേണം, ഈ ഒരു ലുക്ക് വേണം എന്നുള്ളത്. അങ്ങനെ കൊടുത്തതാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ തിരക്കഥ എഴുതി കഴിഞ്ഞ ശേഷം പേരിട്ടായിട്ടുള്ളത്. ആദ്യം സാധാരണ എല്ലാ കഥകളൊന്നും അല്ലല്ലേ, പ്രത്യേക പ്രോസസ്സിംഗ് ഒന്നുമില്ല. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു റെഡ് കിട്ടി, ഒരു വാർത്ത കിട്ടി, അതൊക്കെ എഴുത്തും തുടങ്ങി. അത് കഴിഞ്ഞ ശേഷമാണ് ഈ പെണ്ണേഴ്സ് എന്നുള്ള പേര് വന്നത്. ആലോചനയിൽ കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടില്ല. കോമഡി ട്രാക്കിലൂടെ പോവാണെങ്കിൽ നമ്മൾ എത്ര സീരിയസ് ആയിട്ടുള്ള സംഭവത്തിലാണ് അതെല്ലാം ഒരു കോമഡി ട്രാക്കിലൂടെ പോകുമ്പോൾ അത് ആവില്ല എന്ന രീതിയിൽ അതുകൊണ്ടാണ് അല്പം കോമഡി ട്രാക്കിലൂടെ പറഞ്ഞത്. അതൊരു സേഫ് ആയതുകൊണ്ടാണ് അങ്ങനെ കോമഡി ട്രാക്ക്. കോമഡി അതിപ്പോ നമ്മൾ പല സിനിമകളിലൊക്കെ വലിയ സംഭവങ്ങളൊക്കെ സന്ദേശ സിനിമ ഒക്കെ സീരിയസ് ആണ്, സബ്ജക്റ്റ് സീരിയസ് ആണ്. പക്ഷെ അത് നോക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് നല്ല രീതിയായിരുന്നു. ഇങ്ങനത്തെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിന്റെ കേസ് സ്റ്റഡി ഒക്കെ പലപ്പോഴും എടുത്ത് നോക്കുന്നത് അവരുടെ ഒരു പ്രത്യേകത, അവര് പല കല്യാണങ്ങൾ പല സ്ഥലത്താണ് അവർ കഴിക്കുന്നതെങ്കിലും അവർക്ക് ഫിസിക്കലി എല്ലാ സ്ഥലത്തും പ്രസന്റ് ആവാൻ പറ്റില്ലെങ്കിൽ ഇമോഷണലി എപ്പോഴും അവൈലബിൾ ആയിരിക്കും അങ്ങനത്തെ ആളുകൾ. അതായത് ഒപ്പമുള്ള പാർട്ട്ണറിന് അവരുടെ ഒരു മീറ്ററിനനുസരിച്ച് അവർ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ദേഷ്യക്കാരുടെ അടുത്താണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളെ കുറച്ചുകൂടി കമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഇവരിങ്ങനെ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആണ് ഒരു കോൺ ആർട്ടിസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടിട്ടുള്ളത്. ഈ ക്യാരക്ടർ അങ്ങനെ ഒരു മീറ്റർ ഉണ്ടോ? ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് പലർക്കും പല മെത്തേഡുകളാണ്. ഇത് ബേസിക്കലി കല്യാണം കഴിക്കാൻ പറ്റിക്കാൻ, കല്യാണം കഴിയുന്നത് വരെ കൂടെ നിൽക്കുക, കല്യാണം കഴിയുന്നത് കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നത് പോലെ ആണ്. അപ്പൊ അതിലേക്കുള്ള ട്രാക്കിംഗ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ചില കേസസിൽ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, മാസങ്ങൾ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലർക്കും പല റെഫറൻസ് ആണെന്ന് തോന്നുന്നു, പലർക്കും പല കേസ് സ്റ്റഡി ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിലിപ്പോ കല്യാണം കഴിയുന്നത് വരെയുള്ള സമയമാണ് എന്നുള്ളത്. അപ്പൊ അതിൽ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ പലതരം ആൾക്കാരെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പലതരത്തിൽ ഫോൺ ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോഴേ സ്നേഹം എത്ര ബുദ്ധി ഉണ്ടെങ്കിലും ഒരാളെ മണ്ടനാക്കും, അങ്ങനെ തിരിച്ചറിവ് കിട്ടിയോ? എന്നെയാണ് ഉദ്ദേശിച്ചത്. സാധാരണ എല്ലാം ബുദ്ധിയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല, ഹെഡ് മാസ്റ്റർ, പോലീസ്. ഞാൻ ഹെഡ് മാസ്റ്റർ പോലീസല്ല, ഞാൻ ഒരു പൊളിറ്റീഷ്യനാണ്. ഒരു പൊളിറ്റീഷ്യന്റെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അയാളുടെ രാഷ്ട്രീയമായിട്ട് തകരുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അതിലൂടെ കടന്നു പോകുന്നതാണ്.
അയാൾ ഈ പെണ്ണ് സ്കെയർ ചെയ്യുന്നുണ്ടോ? കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ടോ? ഇയാൾക്കുണ്ടാവുന്നതാണ്. ഇയാൾ ഉപയോഗം ഉണ്ടാവുന്ന പ്രശ്നമല്ലല്ലോ. ഇയാൾക്കുണ്ടാവുന്ന പെണ്ണ് കേസാണ്. ഇപ്പൊ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യമില്ല അത്. ജനനായകൻ സിനിമയുടെ പോസ്റ്ററുകളുടെ ഏറ്റവും കൂടുതൽ എടുത്തുള്ളത് ഇന്ന് ഇറങ്ങാനിരിക്കുന്ന മറ്റുള്ള സിനിമകളെയാണെന്ന് തോന്നുന്നു. പെണ്ണ് കേസിനെ ജനനായകൻ പോസ്റ്ററുകളുണ്ട്, സ്ക്രീനുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി 14-ാം തീയതി പാടിയാണ്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നല്ല അവസരം കിട്ടിയപ്പോൾ ചാരി വന്നു തോന്നുന്നു. അത്രയും ഒരുപാട് ആളുകൾ സ്നേഹിക്കുകയും കല്യാണം കഴിക്കുകയും അറിയില്ല. ഇതിന്റെ കഥാപാത്രമാണ് സിനിമ കണ്ടാ അറിയാം. അല്ല നമ്മളിപ്പം ഈ സിനിമയെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയുന്നതൊക്കെ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സിനിമ കാണുമ്പോൾ അറിയാം അവർക്ക് എങ്ങനെയാണ് ആൾക്കാരോട് അറ്റാച്ച്മെന്റ് എന്നുള്ളതൊക്കെ. ഇല്ല, ഒരു ക്യാരക്ടർ നമുക്ക് ഇപ്പൊ നോർമലി എല്ലാം പറയാറുള്ളത് ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരാൾ സീരിയൽ കില്ലിംഗ് ആണ്, ഒരാൾ ഇതിനാണ് കൊല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാൻ വേണ്ടി കൊല്ലും എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ കാരണം കൊണ്ട് കൊല്ലാൻ അല്ലെങ്കിൽ റീസൺ ക്യാരക്ടർ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ചില ക്യാരക്ടേഴ്സ് നിർബന്ധമുണ്ട്. ടിഗ്രയുടെ പേഴ്സണയിൽ കഥാപാത്രം കിട്ടുവാണെങ്കിൽ കഥാപാത്രത്തിന് ബാക്ക് സ്റ്റോറി ഉണ്ടാവും, ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ അതിന് പോയി പോവാൻ തോന്നിയ കാര്യം ചെയ്യുന്നതിനൊരു ഗുണമാണ്. ഇപ്പൊ ഇൻ കേസ് അങ്ങനെ ബാക്ക് സ്റ്റോറി ഇല്ല, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് എല്ലാ സിനിമകളിലെയും കാര്യം എടുത്ത് നോക്കുമ്പോൾ ചിലത് ഹീറോ പെർസ്പെക്റ്റീവിൽ പറയുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ബാക്ക് സ്റ്റോറി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റൈറ്റേഴ്സിന്റെ അടുത്തോ ഡയറക്ടേഴ്സിന്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയും അവരുടെ അത് സിനിമയിൽ ഉണ്ടാവണമെന്നില്ല, ബിഹൈൻഡ് ദ സീൻ നമ്മളത് മനസ്സിലാക്കിയിട്ട് ആണ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പം സിനിമയിൽ ഇപ്പൊ നമ്മൾ എല്ലാം കാണിക്കാനുള്ള അവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. ചിലത് നമുക്ക് ബാക്ക് സ്റ്റോറി അതിന് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന സിനിമകളിൽ അങ്ങനെ ക്യാരക്ടറിന് അത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാറുണ്ട്. എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ തന്നെ ഇപ്പൊ കഥാപാത്രത്തിന്റെ പേര് പോലും സൂക്ഷിച്ച് നോക്കി കണ്ടിടുക. റൈറ്ററുടെ സ്വാതന്ത്ര്യമാണ്, സ്ക്രിപ്റ്റർ സ്വാതന്ത്ര്യമാണ്. എന്റെ കഥാപാത്രം എങ്ങനെ ആയിരിക്കണം, അത് എന്താണ് അയാളുടെ പേര്, അയാളുടെ സ്വഭാവം എന്താണ്, അവരുടെ വ്യക്തിപരമായ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് മൂന്നാമതൊരാൾ എവിടെ വരുന്നത് കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ശരിക്കും ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ കഴിയുന്നു. അല്ല, അതിനകത്തൊന്നും അഭിപ്രായം പറയേണ്ടത് അത് എന്റെ എഴുത്തുകാരനും ഡയറക്ടറും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ്. അവർക്കാണ് അതിന്റെ ഒരു ഫുൾ വേർഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെ അറിയാം. അവരായിരിക്കും അതിനോട് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അവർ തന്നെയായിരിക്കും. അപ്പൊ അവരുടെ അഭിപ്രായമാണ് അതിനകത്ത് കേൾക്കേണ്ടത് എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൂന്നാമതൊരാൾക്ക് അതിനകത്ത് അഭിപ്രായം പറയുന്നത് ബുദ്ധിമുട്ടാണ് ആയിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ചർച്ചയായതാണ്. ഒരു ബീഫ് ബിരിയാണി അതൊക്കെ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ മനുഷ്യനായൊന്നും പറയാൻ പറ്റില്ല. അതിനെ പോലും ഒരു രാജി എഴുതിയുടെ പേരിൽ അല്ലെങ്കിൽ എന്റെ കഥാപാത്രത്തിന്റെ പേരിൽ ഒരു സിനിമയ്ക്ക് കണ്ടുവരുന്ന കഥാപാത്രത്തിന് തന്നെ മാറ്റം തുല്യമാണ്. താങ്കൾ ചെയ്യുന്ന ഒരു കഥാപാത്രം തന്നെ ഒരുവാണെന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് എന്തായിരിക്കും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിനോട് ഏറ്റവും നമ്മൾ ഇമോഷണലി കണക്ട് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നത്. അല്ലാത്തൊരു സമയത്ത് എനിക്കറിയില്ല അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, അത് അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും.
ചോദ്യം സത്യം പറയാൻ കേട്ടില്ലായി. അതായത് ഇപ്പൊ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു റൈറ്റർ ഡയറക്ടറുടെ സ്വാതന്ത്ര്യമാണ്. അതിന്റെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, അതിന്റെ കഥ എങ്ങനെയാണ്, അതിന്റെ സിറ്റുവേഷൻസ് എന്താണ്, കഥാപാത്രങ്ങൾ ഏതൊക്കെ സാഹചര്യം പോകണം എന്നൊക്കെ ഉള്ളതാണ് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് മൂന്നാമതൊരാൾ ഇരുന്നിട്ട് അത് കട്ട് ചെയ്യണം, അത് മോശമാണ്, ഈ സീനിൽ അത് ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ച്, ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ച് എന്റെ ഇടയിൽ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് അങ്ങനെ ഇതൊക്കെ റെഫറൻസിന് തെളിയുന്നതിന്റെ പ്രശ്നങ്ങളുണ്ടത്. അത് അവര് ചെയ്യുന്ന അവരുടെ ജോലിയായിരിക്കും. അല്ലാതെ അവർ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമയോടോ ഒരു പ്രത്യേക സമുദായത്തോടുള്ള പ്രശ്നം അങ്ങനെയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ ഫോർമാറ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളത്. ഇപ്പോഴും തോന്നുന്നുണ്ട് റീസെന്റ് ഇഷ്യൂസ് ഒക്കെ സമുദായത്തിലെ പാർട്ടിയെ ഒന്നിച്ചാണ് ഇത് നടക്കുന്നത്. ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ട് ഇപ്പൊ ഒരു പ്രത്യേക പാർട്ടി വന്നിട്ടുള്ളതല്ല. അന്ന് അവരുടെ അജണ്ടാസ് ഉണ്ട്, ഇവരുടെ അജണ്ടാസ് ഒക്കെ ഉണ്ടാവും. അതിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല. എന്റെ അഭിപ്രായത്തില് മൂവി മേക്കിംഗ് ഭയങ്കര അണപ്പോളജറ്റിക്കൽ ആയിരിക്കണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. മൂവി മേക്കിംഗ്, സിനിമ പറയലും അങ്ങനെ ഒരു മൂവി മേക്കിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. പറയാൻ പറ്റുന്ന, കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസ് എല്ലാ തരത്തിലുള്ളതും അത് ഭയങ്കര രസമാണ്. അങ്ങനത്തെ സിനിമകൾ കാണാൻ അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ്. അതുകൊണ്ടായിരുന്നു വേറെ എന്താ പറയാ, ഇപ്പൊ തിയേറ്ററുകളിൽ ഒരുപാട് വയലൻസോ ഒരുപാട് സീരിയസ് ഇല്ലാതെ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ടിക്കറ്റ് എടുക്കുന്ന കാശിന് വെറുതായിട്ട് ചിരിച്ചിറങ്ങി രണ്ടാമതൊരാളെ കേട്ടോ, ഫാമിലി കേട്ടോ എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് സർവമായ സിനിമയാണ്. ഇപ്പൊ പ്രേക്ഷകർ അത്രയും കൂടുതൽ ഹൗസ്ഫുൾ ഓടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന സിനിമകളും ഉണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ട് ഓവറൊക്കെ നിന്ന് കൂടുതലും ഇറങ്ങുന്ന സിനിമകളും ഉണ്ട്. പെണ്ണേഴ്സ് എങ്ങനെയുള്ള ഒരു റിസൾട്ട് ആയിരിക്കും പ്രേക്ഷകർ നൽകാനായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഈ സബ്ജക്ട് അറിയേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നൊരു മോഡായിരിക്കും. അല്ലെങ്കിൽ ഒരു ഹാപ്പി മോഡിൽ നമുക്ക് പറയാൻ പോകാം പറയുന്ന മോഡിൽ. ബേസിക്കലി ഞാനൊരു എന്താ പറയുക ഭയങ്കര വയലൻസിന്റെ സിനിമകളുടെ ഫാനല്ല. കാരണം അങ്ങനത്തെ സിനിമകൾ മോശമല്ല, അങ്ങനത്തെ സിനിമകളുടെ ഫാനല്ല. ഇപ്പൊ റീസെന്റ് ഇതിനു മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളില് നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ, വയലൻസ് ഉള്ള പടങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അത് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കുറച്ച് ട്രോമ തരുന്ന ഒരു പടങ്ങളൊക്കെയാണ്. അപ്പോ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നിന്ന് കണ്ട് ചിരിച്ച് കണ്ട് സന്തോഷിച്ച് ഇറങ്ങി പോകാൻ പറ്റുന്ന, സന്തോഷം ഇൻ ദ സെൻസ് എന്റർടൈൻമെന്റ് ആണ് അത്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് കോമഡി മൂവി അല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വേറെ പല പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട്, ഇമോഷൻസ് പറയുന്നുണ്ട്, നല്ല രീതിയിൽ ഡ്രാമയുണ്ട്. അപ്പൊ ബാക്കി എന്തെങ്കിലും പറഞ്ഞ പോലെ എല്ലാം സിറ്റുവേഷൻ ആണ്. കോമഡി പറയാൻ വേണ്ടിയിട്ട് കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഒന്നുമില്ല ഇതിനകത്ത്. ഓരോരുത്തരുടെ അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറ്റിക്കപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ്. അപ്പൊ എന്തായാലും ഈ നേരത്തെ പറഞ്ഞ വയലൻസ് മൂവി കണ്ടിറങ്ങി വരുന്ന ഒരു മൂഡായിരിക്കില്ലേ പടം കണ്ടിറങ്ങി വരുന്നത്. ചോദിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചിരി വരുന്നില്ലേ? ചോദിച്ചിട്ട് ചിരിക്കുക. അപ്പൊ അതൊന്നുമില്ല. അല്ല, വേറൊരു കാര്യം, ഇതിനകത്ത് നിഖിലയുടെ പെർഫോമൻസ് ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഒരുപാട് ഇമോഷൻസിലൂടെ നിഖില കടന്നു പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ആദ്യം ഒരു കള്ളിയായിട്ട് തോന്നുന്ന അതുപോലെ തന്നെ വേറെ ഭയങ്കര ഡെപ്ത് ഉള്ള ഇമോഷൻസിലൂടെ നിഖിലയുടെ ക്യാരക്ടർ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ഇത്രയ്ക്കധികം ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന നിഖിലയുടെ ക്യാരക്ടർ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തു. നിഖില പലപ്പോഴേ ഈ റൊമാൻസ് ആണുങ്ങളുടെ ഒരു സൈഡിലേക്ക് പലപ്പോഴും പറയും. ആണ് ഒരു മെയിൽ ആക്ടർ റൊമാൻസ് നന്നായിട്ട് ചെയ്തു, ഇതിനൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് പറയും. പക്ഷെ ഒരു ഫീമെയിൽ ആക്ടറിനെ പറ്റിയിട്ട് അങ്ങനെ പലപ്പോഴും അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് കേട്ടിട്ടില്ല. ഒരു നടി നന്നായിട്ട് റൊമാൻസ് ചെയ്തുള്ള കമന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു ബഹുമതി പോലെ ഒന്നും കൊടുക്കുന്ന കണ്ടില്ല. അത് അതിനപ്പുറത്തെ സൈഡിൽ ഇപ്പോ ഒരു പടത്തിലൊരു നായകൻ ഒരു 3 പെൺപിള്ളേരൊക്കെ പ്രേമിക്കുന്നത് ഒരു ഭയങ്കര മാച്ചോ കാര്യമൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്ത സിനിമകളുണ്ട്. തമിഴിലൊക്കെ തീരാതെ വിളയാട്ട പിള്ളേ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലൊക്കെ ഉണ്ട്. മുകേഷ് ഏട്ടനൊക്കെ അങ്ങനത്തെ റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരേ സമയം പല പുരുഷന്മാരെ സ്നേഹിക്കുന്ന സ്ത്രീയെ അങ്ങനെയല്ല പോർട്രേ ചെയ്യുക പലപ്പോഴും.
ഇത് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യലും അല്ലെങ്കിൽ അതിലും ഒരു ഫണ്ണുണ്ട്. ഈ സ്ത്രീകളുടെ സൈഡിൽ പല പുരുഷന്മാരെ പ്രേമിക്കുന്നതിനകത്ത് ഒരു ഫണ്ണുണ്ട്. ഇപ്പൊ മധുരമനോഹരമത്തിൽ ആ ഒരു ആംഗിൾ ഉണ്ട്. അതിനെ കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ ചെയ്ത് എക്സസൈസ് ചെയ്ത് പെണ്ണുകത്തിൽ കാണിക്കുക. ഉണ്ടാവാം. അങ്ങനെ മാച്ചോ അങ്ങനത്തെ ക്യാരക്ടർ ഒന്നുമല്ല. പക്ഷെ പറഞ്ഞില്ലേ, അതിന് നമ്മൾ കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അല്ലാതെ കല്യാണം കഴിച്ച് മറ്റേ നന്നായി ജീവിച്ചിട്ട് പിന്നെ ഇതായി പോയി അങ്ങനെ കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇന്നലെ ഞാനിങ്ങനെ ഏതോ ഇന്റർവ്യൂവിന്റെ ഞാൻ കണ്ടു. അതായത് അത് ഇതൊക്കെ ഒരു തൊഴിലാണെന്നാണ് പറയുന്നത്. അതൊരു തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ കള്ളൻ എന്ന് പറയുന്നത്, മോഷണം എന്ന് പറയുന്നത് അവർക്ക് തൊഴിലാണ്. നമ്മൾ അതിന് അതൊക്കെ ഒരു തൊഴിലാണെന്ന് വെച്ചാൽ അതും തൊഴിലാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം തൊഴിലാണ്. ഓൺലൈൻ മീഡിയ പറയുന്നത് അവർ തൊഴിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പം എന്താ പറയാ, അതൊരു നല്ല കാര്യം ഇല്ലാതെ തോന്നിയാൽ പോലും അവര് ചെയ്യുന്നത് അവർക്ക് തൊഴിലാണ്. അപ്പം അല്ലേ, അപ്പൊ അവര് ചെയ്യുന്ന കാര്യം അവർക്ക് തൊഴിലായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം തൊഴിലാണ്. പിന്നെയും അങ്ങനെ അതൊരു തൊഴിലായിട്ട് ജീവിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് 100% പ്രൊഫഷണൽ. 100% പ്രൊഫഷണൽ. ആരാ ചോദിച്ചത്? കല്യാണം നിനക്കെന്താ തോന്നുന്നത്? അപ്പൊ അതന്നെ, നിനക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓരോരുത്തർക്കും എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും. നിനക്ക് എന്ത് തോന്നുന്നു നിനക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത്രേ. എത്ര നേരം ഞാൻ അതിൽ പറയണം. ട്രെയിലറിലും ഉണ്ട് കല്യാണം തട്ടിപ്പ് നടത്തി പറ്റിക്കുന്ന പെൺകുട്ടി എന്നുള്ളതാണ്. മലയാളത്തിൽ വേറെ വാഴയുണ്ടോ? നമ്മുടെ വാഴ ഇതിലെ എങ്ങനത്തെ ക്യാരക്ടറാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് വാഴയെ പോലത്തെ ഗ്രൗണ്ടഡ് പടങ്ങളാണോ പ്രതീക്ഷിക്കുന്നത്? ഇത്തരത്തിലുള്ള ക്യാരക്ടറാണ് ഇനി നമുക്ക് അതെല്ലാം തമിഴ് മാത്രമല്ല മറ്റു അതെല്ലാം എങ്ങനെയാണ്? ഇല്ല, അങ്ങനെയല്ല. അപ്പൊ അതെല്ലാം ഇപ്പൊ ഞാൻ തമിഴാണ് മലയാളം കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. തമിഴില് എനിക്കിങ്ങനെ ഭയങ്കര റഷല്ല ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നുള്ളതല്ല. ഭയങ്കര നല്ല രസമുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യാന്നുള്ളതുണ്ട്. മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സിൽ നല്ലതാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്യുക. ഇപ്പൊ വാഴ എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അതിന് ഇത്രയും അപ്രിസിയേഷൻ വരുന്നത്. മറ്റേതിലൊക്കെ ചിലപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ പെൺകുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ തോന്നാം. ചിലപ്പോൾ പെണ്ണ് കേസിലാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. നല്ലത് മാത്രം കാണിച്ചാൽ അല്ല, എല്ലാ ഇതും നമ്മൾ അറിയണം എന്നുള്ളതിന്റെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അതാണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇതിൽ എന്താണ് പുതിയതായിട്ടെന്ന് ചോദിച്ചാൽ, കല്യാണം തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ല മുന്നേ. നല്ലതായിരുന്നു, എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ട്. പ്രേക്ഷകർക്ക് തിയേറ്ററിൽ വന്ന് കാണാം. നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. നല്ല സിനിമ ഓക്കെ.